എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിലെ എപ്പിസോഡ് 36. ഓക്കെ, ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ എൽഡേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. അവർ പറയുന്നത് ശിവയ തന്നെയാണ്. അവർ ഉല്ലാസെറ്റിലെ ഒരു എൽഡറിനെ കൊന്നു. മെയിനായിട്ട് ഒരു ഡവ് ആൻസസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ വളരെ സ്ട്രോങ് ആണ്. ഇന്നർ അക്കാഡമിയിലേക്ക് വന്നത് നമ്മുടെ ഭാഗ്യം എന്ന രീതിയിലാണ് അവരുടെ സംസാരം. അവൻ്റെ ഫ്യൂച്ചർ എന്നത് ടഫാണെങ്കിൽ കൂടി അവൻ പുതിയ ഒരു ഇതിഹാസം തന്നെ ഉണ്ടാക്കും എന്നതൊക്കെ പറയുന്നുണ്ട്. ട്രെയിനിങ് ചെയ്ത് ജിയനൻ അക്കാഡമിക്ക് പുതിയൊരു ഗ്ലോറി ഉണ്ടാക്കാനാണ് പ്ലാൻ. എല്ലാവരും അത് സമ്മതിച്ചു. ശിവയുടെ കാര്യത്തിൽ അവർക്കൊരു വിശ്വാസം പോലെ. ഈ സമയത്ത് ശിവയൻ കൾട്ടിവേഷനാണ്. ആരോ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നു. അത് ബായ്സാനായിരുന്നു. അവനോട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ നീയോ അവളുമായിട്ട് ഇനി ക്ലോസ് ആകരുത്, ഇല്ലെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അവൻ അറ്റാക്കിന് എന്ന രീതിയിൽ റെഡിയായി. അത് യൂണറും മുൻപേ കണ്ടിട്ട് അത് തടഞ്ഞു. ഇനി നിങ്ങൾ ഷിയോയെ വല്ല ചെയ്യുവാണെങ്കിൽ സീനിയർ എന്ന് വിളിക്കുന്നതിന്റെ റെസ്പെക്റ്റ് അതിനങ്ങ് മറക്കും എന്ന ബായ്സൻ ഒരു പെണ്ണിന്റെ പിറകിൽ വിളിക്കാതെ മുന്നിൽ വാടാ എന്ന് പറയുവാണ്. ഷിയോനെ അതനുസരിച്ച് ഇത് ആണുങ്ങൾ തമ്മിലുള്ളതാണ്, അങ്ങനെ തീർത്തോളാം എന്ന് പറഞ്ഞു വന്ന്. എന്താ ഫൈറ്റിനാണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നാൽ ഇനി വന്നിട്ട് എനിക്ക് കുഴപ്പമുണ്ട്, ഫൈറ്റ് ഇവിടെ പേഴ്സണലായിട്ട് പറ്റില്ല എന്നറിഞ്ഞില്ലേ, വല്ല ഉണ്ടെങ്കിൽ കോമ്പറ്റീഷനിൽ വെച്ച് തീർക്കാനായിട്ട് പറയുമ്പോൾ ബായ്സനും നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചതല്ലേ, കോമ്പറ്റീഷനിൽ വെച്ചെങ്കിൽ അങ്ങനെ നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന രീതിയിൽ ശിവൻ നീ തോറ്റ യൂണറിനെ പിറകെ പോകരുത്, അവിടെ വെച്ച് ക്ലോസ് ആകരുത് എന്നാൽ അവനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. അവനും ദേഷ്യം വന്ന് നിന്നെ കാണുക എന്ന രീതിയിൽ നിൽക്കുവാണ്. യൂണറായിട്ട് പിരിഞ്ഞ് ഇരുന്നത് 2 വർഷം. അതാലോചിച്ച് അയവ് ഇറക്കുവാണ്. അയവ അങ്ങനെയുണ്ടോ പറയുമല്ലോ. എന്ത് തന്നെയായാലും അവൻ ഊട്ട സിറ്റിയിൽ പോയതിനു ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. യുൽഷൻ അവൻ മരിച്ചോ എന്ന് അറിയില്ല, എങ്കിലും എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, എങ്ങനെയും ജിയാമ എംപയറിലേക്ക് വിടാൻ അവിടത്തെ രക്ഷപ്പെടാൻ നോക്കി എന്നാണ് പറയുന്നത്. യുൻഷ്യൻ ആയിട്ട് പാസ്റ്റിലെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ആ സീല് മാറ്റി. അതെല്ലാം കേട്ടിട്ട് ലിന്നെ താഴെ ഉണ്ടായിരുന്നു. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എങ്കിലും സ്ട്രോങ് ആയി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഷിയോയൻ യൂണറിനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയിട്ട് എന്തിനാന്ന് വെച്ചാൽ അവന്റെ അച്ഛന് സംഭവിച്ച കാര്യങ്ങൾ അത് പറയുകയാണ്. അത് കേട്ട് യുൻലാൻ സെക്റ്റിനോട് ദേഷ്യമായി. അവന്റെ അച്ഛന് ക്ലാൻ മെമ്പേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഒരു മലയുടെ അങ്ങോട്ട് പോയി, പിന്നെ കാണാതെയുമായി. എന്ത് പറ്റിയെന്നറിയില്ല, ആരാണ് കൊണ്ടുപോയതെന്നും അറിയില്ല. യുൻലാൻ സെറ്റ് ചെന്നപ്പോൾ അവർക്കും ഈ കാര്യം അറിയില്ല എന്ന് മനസ്സിലായി. ജിയ മെമ്പറിലെ ഏതൊരു പുതിയ മിസ്റ്റീരിയസ് മാൻ വന്നിട്ടുണ്ട് എന്ന് പറയുവാണ്. അതാണ് ഇത്രയും പ്രശ്നത്തിന് അതാണ് കാരണം. ഗോ ക്ലാൻ വളരെ പവർഫുൾ ആയ ക്ലാനാണ്. പറഞ്ഞു വന്ന ഏൻഷ്യന്റ് ക്ലാനുകളിൽ ഇപ്പോൾ സർവൈവ് ചെയ്ത ഒരേ ഒരു പവർഫുൾ ക്ലാനാണ് ഗോ ക്ലാൻ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നത് അത്രയ്ക്കും പവർഫുൾ ആയിരിക്കും എന്നത് ഓർക്കണം. അവരാണോ അവൻ്റെ അച്ഛനെ കൊണ്ടുപോയതിൽ അല്ലെങ്കിൽ മിസ്സിങ് ആയതിൽ കാരണം എന്ന് യൂണറിനോട് ചോദിക്കുമ്പോൾ യൂണർ ഒരു യങ് ലേഡിയാണല്ലോ അവിടുത്തെ, അവിടെ നിന്ന് ആലോചിക്കുന്നു ഇതെനിക്ക് അറിയാതെ ഉറക്കം വരില്ല എന്ന് ചെയ്യുകയും അവൾ വാക്കുകൊടുക്കുന്നു. അവരുടെ ക്ലാനുമായിട്ട് ഇതിൽ ഒരു ബന്ധമില്ല, ഇതിന് പിറകിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവന് ചെറിയൊരു ആശ്വാസം ഉണ്ടെങ്കിലും മറ്റൊരു സൈഡിൽ അവൻ്റെ അച്ഛൻ പിന്നെ അവിടെ പോയി എന്നൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. അവൾക്ക് പറ്റുന്ന മുഴുവൻ ഹെൽപ്പും ഇതിനായിട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ അവനൊരു സമാധാനം. ഇനി ഉല്ലാസെറ്റ് ഹൈഡ് ചെയ്യുന്നതാണോ എന്നും അറിയില്ല. ഞാൻ എൻ്റെ ആൾക്കാരെ വിടാം, ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ചെറിയ ക്ലൂ കിട്ടിയാലും പറയാം എന്ന് പറയുമ്പോൾ അവളോട് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞയച്ച് അവൾ നേരെ വന്നിട്ട് റൂമിലേക്ക് എത്തിയിട്ട് ഒരേ ഒരു കാര്യമാണ് ബ്ലാക്ക് സ്മോക്കിനോട് പറയുന്നത്. ജിയ മെമ്പറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഡവ് പ്രാക്ടീഷണർ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഷിയോയുടെ അച്ഛൻ്റെ മിസ്സിങ്ങിന് ആളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു നോക്കാനായിട്ട് പറയുന്നു. എല്ലാ സെറ്റിനെ പറ്റിയും അന്വേഷിക്കാനായിട്ട് പറഞ്ഞ് വിട്ടു. പിറ്റേന്ന് കോമ്പറ്റീഷനായിട്ട് പോവാണ്. അവിടെ ഉള്ളവര് ഷിയോയുടെ പെർഫോം അത് കണ്ട് ഇംപ്രസ് ആയി. ഗോഡസ് എന്താ അവന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ലിന്നു അത് കണ്ട് യു എന്തോ കാണിക്കുമ്പോൾ അവളെ വഴക്ക് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുപോയി. യു ആരാണെന്ന് മനസ്സിലായോ, ഞാൻ ഫോട്ടോ എടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് അറിയില്ല. അവനവിടെ വന്നപ്പോൾ അവിടെയുള്ള എൽഡേഴ്സ് ആണെങ്കിൽ ഒരു ഹാപ്പി. അടുത്തുള്ള ആള് അയാൾ ഒരു ആൾക്കസ്റ്റർ ഡിപ്പാർട്ട്മെന്റിലെ ഒരാളാണ്, ഹെഡ് മാസ്റ്റർ ആകണം എന്ന് പറയാം. ആദ്യം കാണിച്ച ആളാണ് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ. ശിവയെ പറ്റി ചോദിക്കുമ്പോൾ അവൻ ആൾക്കസ്റ്റ് കോമ്പറ്റീഷനിൽ ജയിച്ച കാര്യങ്ങളൊക്കെ പറയണം. എങ്കിൽ അവൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ കയറിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അവൻ ആൾറെഡി മാസ്റ്റർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ ലെവൽ വരെ ഈ പ്രായത്തിൽ എത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ സമയം സിയോയൻ വന്നിരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിലെ ആൾക്കാരെ നോക്കുന്നു. അവളുടെ യൂണർ അത് ആരൊക്കെയാണെന്ന് പറയുവാണ്. 4 എൽഡേഴ്സ്, അതിൽ 2 എൽഡേഴ്സും അതിലൊരാൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്ററും പിന്നൊന്ന് ആൾക്കസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരാളും. ആൾ ഇന്നർ കോർട്ടിലും ഔട്ടർ കോർട്ടിലും ഒരേ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ആൾക്കസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്നർ കോർട്ടിൽ ആകണം മെയിൻ ആയിട്ടുള്ളത്. ബ്ലാക്ക് കോർണർ റീജിയൻ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്തോ പറയുന്നുണ്ട്. അവന്റെ സ്ട്രെങ്ത് വെച്ച് ടോപ്പ് 5 എത്തണം എന്ന കാര്യം പറയാണ്. അത് ചോദിക്കുമ്പോൾ അത് നിനക്ക് വഴിയെ മനസ്സിലാകും. അപ്പോഴാണ് ദൂരെ ഒരുത്ത യുവിനെ വിളിച്ച് അലറുന്നത്. അവന് ക്രഷാണ്. അവന്റെ പേരാണ് ലൂമു. അവൻ ഒരു ആൽക്കമിസ്റ്റാണ്. അവന്റെ സ്ട്രെങ്ത് ചോദിക്കുമ്പോൾ 3 സ്റ്റാർ ഗ്രാൻഡ് മാസ്റ്റർ. യുവിനെ വെച്ച് പിന്നെ കളിയാക്കുവാണ്. അവൻ സിയോയന്റെ അതേ ലെവലാണ്. അപ്പൊ സിയോയൻ
യുഎൻഎസ് ഫ്രോ അങ്ങനെയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സോൾവ് ആക്കാൻ നോക്കുന്നു. അതെ എന്ന് അവളാണ് എൽഡർ. എല്ലാവരും ഒരു തൊപ്പി വെച്ചേക്കുന്നുണ്ട്, ആരെന്ന് മനസ്സിലാകുന്നവരുടെ. ഫസ്റ്റ് മാച്ച് ലൂഫു എന്ന ഒരാളും ഗീലി എന്ന ഒരാളും അവർ വന്ന് കാര്യം പറയലൊന്നുമില്ല, നേരെ ഫൈറ്റ് തുടങ്ങി. ഗോലി ആ സോഡ് വെച്ച് നല്ലവണ്ണം അറ്റാക്ക് ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ ഫോലു അല്ല ലൂഫു. അവിടെ ഉള്ള ഒരു ഡമ്മി എന്നൊക്കെ പറയുവാണ്. ഗോലി ജയിക്കും എന്നൊക്കെ. അപ്പോൾ ചെയ്യാൻ ഇല്ല. ഗോലി അവന് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ വീക്കാവും. യൂണർ ബാക്കി പറയുന്നത് പോലെ ലൂഫു ഇപ്പോൾ ഡിഫൻസ് മാത്രമാണ് ചെയ്യുന്നത്, അവൻ്റെ മുഴുവൻ സ്ട്രെങ്ത് കാണിച്ചിട്ടില്ല. സിയോയാന് ഒരു അതിശയം. അവൻ വിചാരിച്ചത് തന്നെയാണ് അവളും വിചാരിക്കുന്നത്. ഗോലി ആൾറെഡി അറ്റാക്ക് സ്ട്രാറ്റജി കാണിച്ചു എന്നോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. ആദ്യമൊക്കെ ഗോലി ലൂഫുവിനെ അടിച്ചെങ്കിലും ഡിഫൻസ് കൊണ്ട് അതിശയം. എങ്കിലും പിന്നെ വരുമ്പോൾ ഒരു ഡിഫൻസ് സ്കില്ല് വെച്ച് തന്നെ ബ്ലോക്കാക്കി അവൻ ജയിച്ചു. ഇന്ന് രണ്ടുപേരും ഒറ്റയടി വീണു. ബ്ലാക്ക് കോർണർ റീജിയൻ ഉള്ളവരെ ലൈഫ് ഡെത്ത് കണ്ടിട്ടുള്ളവരാകും. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വീക്കാകില്ല. വായിച്ച ലൂമൊക്കെ അവിടെ പോയി വന്നിട്ടുണ്ട്, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്നിവിടെ പറയുന്നുണ്ട്. അവനും അത് ആലോചിക്കുന്നു. മാസ്റ്ററിന്റെ ട്രെയിനിങ് ബെറ്റർ ആയിരുന്നു. അപ്പോഴേക്കും അടുത്തത് ലൂമോ ഷിയോയനാണ്. അവനോട് ലൂമോ ടോപ്പ് 10 തോൽക്കരുത്. പൂവും അതുപോലെ തന്നെ ഇനി നീ തോറ്റാ എന്റെ മുന്നിൽ വരരുത്. യൂണർ ആൾ ദ ബെസ്റ്റ് കൊടുത്ത് അവിടെ നിന്ന് അവൻ നടന്നു പോകുന്നു. രണ്ടുപേരും ഗ്രൗണ്ടിലേക്ക് വന്നു. ലൂമു പിന്നെ യുവിനെ ഇംപ്രസ് ആക്കാൻ നോക്കുന്നു. ഷിയോനോട് നിന്നെ തോൽപ്പിച്ച് യുവിനെ ഇംപ്രസ് ആക്കി കാണിച്ചു തരാം, നീ പേടിക്കണ്ട, നിന്നെ ഹാർഡാക്കില്ല എന്ന് പറയുമ്പോൾ നോക്കണം എന്ന രീതിയിൽ അവനും. അതിനുശേഷം അവരുടെ ഫൈറ്റ് അത് തുടങ്ങി. മിക്കുള്ളവർ ലൂമോനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗേൾസ് ആണെങ്കിൽ ഷിയോയൻ എന്ന് പറഞ്ഞാണ് സപ്പോർട്ട്. അതുപോലെ തന്നെ യുവു ആണെങ്കിൽ ഷിയോയൻ നീ അവനെ തോൽപ്പിക്കണം എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ലൂമോ അവൻ്റെ സോഡ് അതുകൊണ്ട് എതിർക്കാനായിട്ട് വരുന്നു. ആദ്യമൊക്കെ റൂളറൊക്കെ എടുത്ത് തടയുന്നുണ്ട്, ഇടയ്ക്ക് പാടുപെടുന്നുണ്ട്. എന്നാൽ ഷിയോന്റെ റൂളർ വെച്ചടിക്കുമ്പോൾ ആദ്യം തന്നെ ആ സോഡ് ഷേക്കായി. പിന്നെ അവൻ്റെ ആ സോഡ് കയ്യിൽ നിന്ന് പറ്റിയ കൈ തന്നെ ഷേക്കായി പോയി. ഇത്ര അധികം ഡിഫൻസോ എന്ന രീതിയിലാണ് വിചാരിക്കുന്നത്. ആ സോഡൊക്കെ അടിച്ച് തെറിപ്പിച്ചു. എൻ്റെ റിയൽ ഐഡന്റിറ്റി നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബീസ്റ്റ് ഫ്ലെയിം അതെടുക്കുവാണ്. ഇതിൻ്റെ പേര് ബ്ലൂ ക്രിസ്റ്റൽ ഫ്ലെയിം. അതുകൊണ്ട് ബീസ്റ്റ് ഫ്ലെയിമോ എന്ന് ഷിയോയൻ. എല്ലാവരും അതുകൊണ്ട് അതിശയം. ഷിയോയൻ തോൽക്കും എന്നൊക്കെ പറയുമ്പോഴാണ് സോറി എൻ്റെ കയ്യിൽ വേറൊന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ ബീസ്റ്റ് ഫ്ലെയിം പർപ്പിൾ ഫ്ലെയിം അതെടുത്തു. അതുകൊണ്ട് അവന് അതിശയം. ബായിഷാന്റെ അടുത്തുള്ള പറയുന്നത് അവന് ബീസ്റ്റ് ഫ്ലെയിം ഉണ്ടോ. എന്നാൽ ബായിഷാന്റെ ബ്രദർ അവൻ്റെ അത്രയൊന്നുമില്ല. അവൻ്റെ മുന്നിൽ വെച്ചത് ഷിയോയൻ ഒന്നുമല്ല എന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ ബായിഷാനെങ്കിൽ ഷിയോയൻ ജയിക്കണം, എങ്കിൽ മാത്രമേ അവനുമായിട്ട് മാച്ച് ചെയ്ത് യൂണറിനെ മുന്നിട്ട് ഇംപ്രസ് ചെയ്യാൻ കഴിയൂ എന്നൊരു മൈൻഡാണ്. നീ ആൾക്ക് ഇഷ്ടമാണോ, എന്നാൽ ഫയർ വെച്ച് നമുക്ക് നേരിടാം എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് കുറച്ച് നേരം ഷിയോയൻ ആദ്യം വാരി പരിക്കടിക്കുന്നു. അതെടുത്തു ഒരു ടൈമിന്റെ മുഴുവൻ പവേഴ്സ് യൂസ് ചെയ്ത് അത് അറ്റാക്ക്. അത് ഒരു പർപ്പിൾ ഫയർ ഷീൽഡ് പോലെ ആക്കിയിട്ട് ആ തടഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ബ്രേക്കായി. അയ്യോ ഇവനെല്ലാം പറ്റിയ യു എന്നോട് ക്ഷമിക്കില്ല എന്ന് പറയുമ്പോഴാണ് അവൻ്റെ കൈകാലിലൊക്കെ പർപ്പിൾ ഫയർ പോലെയുള്ള ആ വള്ളി അല്ലെങ്കിൽ പ്ലാന്റ് പോലെയുള്ളത് വെച്ച് ലോക്കാക്കി. എന്താ ഇനിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ ഫയർ റിഫൈൻ ചെയ്യാൻ മാത്രമല്ല അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചല്ലേ. അവളാണ് എൽഡർ മുൻപ് നടന്നത് പറയുവാണ്. ആ ഡിഫൻസ് ചെയ്യുന്ന സമയത്ത് ഈ സ്കില്ല് യൂസ് ചെയ്തിരുന്നു. ജിയ മെമ്പറിലെ ആൽക്കമിസ്റ്റ് ചാമ്പ്യൻ ആയതിൽ വേർത്ത് തന്നെയാണ്. അവൻ നോക്കി എന്നാ പറ്റിയില്ല, വേദന കൂടുവാണ്. അതുകൊണ്ട് തന്നെ തോൽവി സമ്മതിച്ചു. ലൂമുവിൻ്റെ ഫയർ അത് സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ ചിരിച്ചോണ്ട് മതി ജയ തോൽവിയൊക്കെ സാധാരണമാണ്, എനിക്കിപ്പോൾ പറ്റില്ല, നെക്സ്റ്റ് തവണ നിന്നെ തോൽപ്പിക്കും എന്ന് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാം. സിയോയൻ ജയിച്ചത് പറയുന്നു. അവനും അതുകൊണ്ട് ഹാപ്പിയായി. എല്ലാവരും ഷിയോയൻ എന്നൊക്കെ ഉറക്കെ പറയുവാണ്. പാസ്റ്റിൽ അവൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവൾ മാത്രമായിരുന്നു ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നത്. എല്ലാവരും എന്നെ വേസ്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ നീ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ സമയം എൻ്റെ സ്ട്രെങ്ത് കാണിച്ച് ജയിച്ചു. ഇത് തുടക്കം മാത്രമാണ്, ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു. നിങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നത് നാണമില്ലടാ. അടുത്ത മാച്ച് യാൻചെങ്ങും വൂഹാവോ എന്നൊരാളായിട്ടാണ്. വൂഹാവോ അവനെ നോർത്തിച്ചേക്ക്. അവൻ വന്നു നിൽക്കുന്നു. ഇവരെന്തോ ഔട്ടർ ലോ എൻഫോഴ്സ്മെന്റ് യൂണിറ്റി എന്നതിലുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. പറഞ്ഞത് വെച്ച് സ്ട്രോങ് ആയ ആൾക്കാരാണ് അതിലുള്ളത്. അവർക്ക് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും അറസ്റ്റ് ചെയ്യാനും കഴിയും. അതിനുള്ള അധികാരമുണ്ട്. ബ്ലാക്ക് കോർണർ റീജിയനും ജിയ മെമ്പർ അക്കാഡമി തമ്മിൽ ഒരു പ്രാവശ്യം ഫൈറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരാണ് ഹെൽപ്പ് ചെയ്തത്. അതിൽ ഇവൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഏകദേശം 100-ൽ കൂടുതൽ പേരെ. അപ്പൊ തന്നെ മനസ്സിലാക്കാം അവനാണെങ്കിൽ യൂണറിനെയാണ് നോക്കുന്നത്. ലിന്നപ്പോൾ പറയാൻ മറന്നു. ഊഹാവോ അവൻ ഇവളെ പ്രൊപ്പോസ് ചെയ്തു, എന്നാൽ ഇവള് സ്പോട്ടിൽ റിജക്റ്റ്. സിയോൻ അതിന് നീ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ തന്നെ തെളിയിക്കുക. ഓപ്പോണന്റ് ആണെങ്കിൽ പേടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഗീവപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന രീതിയിൽ ഫൈറ്റ് തുടങ്ങി. ഫസ്റ്റ് അറ്റാക്ക് തന്നെ അവൻ വിറച്ചുപോയി. രണ്ടാമത് വന്നപ്പോൾ ഗീവപ്പും ചെയ്തു. ഇത്രേ ഉള്ളായിരുന്നു. അവൻ ജയിച്ചെന്ന് പറയുമ്പോൾ നീ എന്നോട് ഫൈറ്റ് ചെയ്തു എന്ന് സിയോ എന്നെ നോക്കി. അവൻ പെണ്ണിന്റെ പിറകെ ഒളിച്ചെലുക്കാണ് എന്നൊക്കെ അവിടെ ഉള്ളവരും പറയുന്നു. ഊഹാപ്പോന്റെ മുന്നിൽ അവന് ജയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് അവന് ശരി എന്ന രീതിയിൽ എഴുന്നേറ്റു. ആ എൽഡർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ
ഇവിടെ പ്രൈവറ്റ് ഫൈറ്റ് പാടില്ല, നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നാളെ വൈകുന്നേരം ടോപ്പ് 20 കയറിയവർ അവർക്ക് എന്തോ ഒരു ഫൈറ്റ് ഉണ്ട്, അതിൽ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഓക്കെ ആ ഫൈറ്റിൽ കാണാം, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു പോയി. നാളത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് കുറച്ച് ടഫാവും, ജയിച്ചവർ പോകാനായിട്ട് പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞ് ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് ഷിയോനി, മറ്റേ ഷിയോയാന്റെ കസിൻ ഷിയോനിങ്, ഷിയോനി, ഷിയോയു അങ്ങനെയുള്ളവര്. അതിലെ ഷിയോനിയാണ്. അവൾ ദൂരെ നിന്ന് തന്നെ ഷിയോനെ കണ്ട് അവന് പരിചയമുണ്ട്. അവർ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അകത്തേക്കും പോകുന്നു. യൂണറബിൾ അവൾക്ക് എന്നോടിപ്പോ ദേഷ്യമൊന്നും ഇല്ലല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ പണ്ടേ കഴിഞ്ഞതാ എന്ന് പറഞ്ഞു പോയി. പിന്നെ കൾട്ട് വെച്ച 10 ഡേയ്സ് ഇതുപോലെ ചെയ്താൽ 6 സ്റ്റാർ ഗ്രാൻഡ് മാസ്റ്റർ ആകും. ഞാൻ മുൻപ് 3 ആണ്ടായിരുന്നില്ലേ പറഞ്ഞ, എനിക്ക് പറഞ്ഞൂടാ. അവന്റെ അച്ഛനെ ഒന്ന് ഓർത്ത് ഇവിടെ എനിക്ക് വേണ്ട സാധനം കിട്ടിയിട്ട് എങ്ങനെയും കണ്ടുപിടിക്കും, ആരായാലും അവന് മറുപടി കൊടുക്കും എന്ന് ദേഷ്യം കാണിക്കുമ്പോഴാണ് ഹെവൻലി ഫ്ലെയിം അറിയാതെ വന്നു. എന്നാൽ ആ ജെയ്ഡിന് അതിനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അവന് ചെറിയൊരു ഡൗട്ട്. അപ്പോൾ മാസ്റ്റർ പുറത്തു വന്ന് കാര്യം ചോദിക്കുമ്പോൾ മാസ്റ്റർ പറയുന്നത് ഹെവൻലി ഫ്ലെയിം എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ആരെങ്കിലും എടുത്തോ എന്ന് ചോദിക്കുവാണ്. ഇല്ല, ബോൺസിന്റെയും ഫ്ലെയിം അതിന്റെ ചെറിയൊരു അവർ അത് ഫീൽ ചെയ്യുന്നുണ്ട്, ഏകദേശം 1000 മൈൽസിനപ്പുറം. അപ്പോൾ അത് ഇന്നർ കോർട്ടിന്റെ അവിടെ എവിടെയോ ആകണം എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതെടുക്കണമെങ്കിൽ ഇന്നർ കോർട്ടിലേക്ക് പോകണം എന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോകാനായിട്ടും തീരുമാനിച്ചു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.